ഒരു ഉദാഹരണം, അള്ളാഹുവിനെ ഉദാഹരിക്കുകയല്ല. ഇപ്പൊ നമ്മള് പരീക്ഷയുടെ സമയത്ത് പഠിക്കാതെ കളിച്ചു നടക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കളിച്ചു നടക്കുന്ന ഘട്ടത്തിൽ അത് കണ്ട് നമ്മുടെ ഉപ്പ അതല്ലെങ്കിൽ നമ്മുടെ ഉമ്മ പറഞ്ഞു, ഈ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നീ ഈ പരീക്ഷയ്ക്ക് തോൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റുകണ്. അപ്പൊ ആ തോറ്റ റിസൾട്ട് ആയിട്ട് ഉമ്മാന്റെ അടുത്ത് വന്ന് പറയും, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തോറ്റുകണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഉമ്മ പറഞ്ഞത് കൊണ്ടാണോ നമ്മൾ തോറ്റത്? അല്ലല്ലോ. മറിച്ച് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റത്. നമ്മൾ പഠിക്കാത്ത കാര്യം ഉമ്മക്ക് അറിയുന്നത് കൊണ്ട് ഉമ്മ പറഞ്ഞു, ഈ രൂപത്തിലാണ് നീ നടക്കുന്നത് എങ്കിൽ നീ തോൽക്കും. എന്നാൽ നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബിന് നമ്മെക്കുറിച്ചുള്ള അറിവ് സമ്പൂർണമാണ് എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെയ്തികളെ അള്ളാഹു രേഖപ്പെടുത്തി എന്നത് സത്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമാണ് അവിടുത്തെ വിഷയം. രണ്ടാമത്തത് ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല എഴുതി വെക്കുമെന്ന് പറഞ്ഞ ആ കിതാബത്താണ്. അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം എങ്ങനെയായിരിക്കണം സഞ്ചരിക്കേണ്ടത്, എന്താണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് അള്ളാഹു എഴുതിയിട്ടുണ്ട്. ഇതും നമ്മുടെ വിശ്വാസമാണ്. മൂന്നാമത്തെ വിശ്വാസം, അള്ളാഹുവിന്റെ ആ ഉദ്ദേശം മാത്രമേ നടക്കുള്ളൂ എന്നാണ്. അഥവാ അള്ളാഹിന്റെ മശീഅത്തുകളുണ്ട്, ഉദ്ദേശം എന്നാ പറയാ. ആ ഇഷ്ടങ്ങൾ മാത്രമേ നടക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കണമെന്ന് വിചാരിച്ചാൽ പോലും എന്താ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. അഥവാ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പലതും അതിന്റെ പിന്നിൽ അള്ളാഹുവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആ ഉദ്ദേശങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും ഖൈറായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയാം.